നടക്കും കൊല്ലു വേണ്ടി പാടാം അമ്പിളി മാനത്തണ്ടിലാവ് പോലെ ഒരു കുമ്പിൾ നിറയെ കൂവളമൊട്ടുവെ കൂട്ടുമടഞ്ഞതു നീട്ടാം കൈതവരമ്പത്തിരി നേരം ഗന്ധർവന്റെ ഓടപ്പുത്തണ്ട് പാടാ അത് നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്കക്കാട്ട് പാടാ കിന്നരകാണോ മോളി നടക്കും കൊല്ലു വേണ്ടി പാടാം അമ്പിളി മാനത്തണ്ടിലാവ് പോലെ ഒരു കുമ്പിൾ നിറയെ കൂവളമൊട്ടുക കോർത്തുമിടഞ്ഞതു നീട്ടാം ഇതുവരും തട്ടിത്തിരി തീരം അയ്യോ സോറി ഞാൻ മറന്നുപോയി എന്റെ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയട്ടെ. അതായത് യൂഷ്വലി പാട്ട് പാടാൻ അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല കഴിവുള്ള രണ്ട് കായികമാണ് ഇവന്റെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം ഡ്യൂറ്റ് പാടുമ്പോൾ ആണപ്പെടെന്നുള്ള രീതി പാടുന്നു. പാട്ട് പാടി തുടങ്ങിയപ്പം സത്യം പറഞ്ഞ ഇവിടുന്ന് എല്ലാവരും ഇൻക്ലൂഡിങ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒറ്റയടിക്കാൻ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുക. സാധാരണ കിളിയൊക്കെ അല്ലേ പോണത്, ഇത് ഗരുഡനും പരുന്നൊക്കെ ഞങ്ങളുടെ അല്ലേ. അതെ, ഇവര് വന്ന് റിഹേഴ്സലൊക്കെ എടുത്തപ്പോ ശരിക്കും ഓൺ വോയിസിലാണ് പാടിയത്. ഞങ്ങളായിരുന്നു നോർമൽ ഒരു പാട്ട്, ഇത് കേക്കിന് പാടിയപ്പോ എന്ത് എങ്ങനെ സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിനക്കാണ് അവാർഡ് തരേണ്ടത്. സത്യം വേറെ ചിഹ്നോ ഇതും വൈറല്. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗാനം കൂടിയാണ്. അത്രയും സൂത്തിങ് ആയിട്ട് രണ്ടുപേരും പാടിയിരിക്കുന്നത്. ഇവരുടെ ഓൺ വോയിസിലൊന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട്, നടക്കുവോ? സോളോ പെർഫോമൻസ് ഇല്ലയോ? പക്ഷെ അതെങ്ങനെയാണ്? ഇതുപോലെ തന്നെ ഓൺ വോയിസ് ആണ്? ഡബിൾ വോയിസിലാണ്. സോളോ ഡബിൾ വോയിസിലേക്കാണ്. ശരിയാ, അതിന് മുമ്പ് നമുക്ക് ഇവരെ പറ്റി കൂടുതൽ അറിയണ്ടേ? അതെ, പിന്നെ തീർച്ചയായിട്ടും. അതെ, പറയൂ. പേരെങ്ങനെയായിരുന്നു കറക്റ്റ്? ശ്രുതി. യെസ്, ശ്രുതി എവിടുന്നാ വരുന്നേ? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, കഴക്കൂട്ടം. എനിക്കൊന്ന് ശ്രുതിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് പാടുന്നത് ഈ ഒരു മെയിൽ വോയിസിലേക്ക് എടുക്കാൻ പറ്റും എന്ന് ആദ്യം മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? അത് ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ബാപ്പി ലഹരിയുടെ ഉല്ലാല എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. അപ്പൊ അത് ശരിയായപ്പോ പിന്നെ ഉദിത് നാരായണിൽ പിടിച്ചു തുടങ്ങിയതാണ് ഇവിടെ നിൽക്കണം. യെസ്, ഓവർ ടു യു. അമൽ പറഞ്ഞോളൂ. അമൽ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് കടന്നത്? ഞാൻ ഒരു വർഷം മുന്നേ ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു മിമിക്രിയുടെ. അപ്പം അങ്ങനെ അന്നൊക്കെ ചെയ്തു. അപ്പൊ അന്നും ആദ്യമായിട്ടാണ് മിമിക്രിയുടെ ഒരു കോമ്പറ്റീഷന് തന്നെ ഇറങ്ങുന്നത്, അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു വർഷം ഞാൻ അങ്ങനെ ഇങ്ങനെ ഓൺലൈനിൽ ഇടണമെന്നൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പിന്നെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചപ്പം അങ്ങിട്ടതാണ്, പിന്നെ അത് വൈറലായി. ഇനിയിപ്പോ എല്ലായിടത്തും ഇങ്ങനെ ഫീമെയിൽ വോയിസിൽ പാട്ട് പഠിക്കുന്നുണ്ടോ? ആ, ഉണ്ട് പഠിക്കുന്നു. നിങ്ങളുടെ മോന്റെ വീട് എവിടെയാ? എന്റെ വീട് പാല, കോട്ടയം തന്നെ. ഇവിടുന്ന് നിങ്ങൾ പരിചയപ്പെടുത്താണോ രണ്ടുപേരും, അതോ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞങ്ങള് ഓൺലൈനിൽ നിന്ന് പരിചയപ്പെട്ടു ആക്ച്വലി. ഞാൻ ഓ, നൈസ്. ഒരുമിച്ച് മേ ബി റീമിക്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ പാട്ടുകളുടെ ഒക്കെ? അതെ, നമ്മള് പാടി വൈറലായിരുന്നു. സൂപ്പർ. നമുക്ക് എന്തായാലും ഇവിടെ രണ്ടുപേരുടെയും സോളോ പെർഫോമൻസ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്രുതിയിൽ നിന്നും ആദ്യം തുടങ്ങാം. ഓക്കെ, ശ്രുതി സോളോ. ഓക്കെ, റെഡി. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്.
കാണുന്നുണ്ടെന്നാലും നാം മിണ്ടാതൊരു കാലം പോയല്ലേ കണ്ണ് പൂവമ്പുണ്ടെന്നാലും നെഞ്ചിനുള്ള മുള്ളൻ കൂടലേ കാലങ്ങളേറെ കഴിഞ്ഞാലും കാതങ്ങളേറെ കഴിഞ്ഞാലും ശലോമോന്റെ ഗീതങ്ങളാകുന്നവൻ എന്റെ സ്വാതുള്ളിൽ ഓർമ്മലേ Hey papi, she loves you. Hey Annie, he loves you. You're made for each other, we know. Hey papi, she loves you. Hey Annie, he loves you. You're made for each other, we know. തമ്മിൽ കാണുന്നുണ്ടെന്നാലും നാം മിണ്ടാതൊരു കാലം പോയല്ലേ കണ്ണിൽ പൂവമ്പുണ്ടെന്നാലും നെഞ്ചിനുള്ള മുള്ളിൻ കൊടലേ പുതപ്പെന്ന പോലെ പൊതങ്ങാത്ത തിളങ്ങുന്ന മുത്ത പറങ്ങാത്ത നിനക്കുള്ളതെല്ലാം എനിക്കല്ലേ നീ തിരകളെഴുതും നുരകളറിയാൻ കുളിര് നിറയെ Hey papi, she loves you. Hey Annie, he loves you. You're made for each other, we know. Hey papi, she loves you. Hey Annie, he loves you. You're made for each other, we know. തമ്മിൽ കാണുന്നുണ്ടെന്നാലും നാം മിണ്ടാതൊരു കാലം പോയില്ലേ കണ്ണിൽ പൂവമ്പുണ്ടെന്നാലും നെഞ്ചിനുള്ള ഉള്ളിൻ കൊടലേ അമേസി എന്ന് പറഞ്ഞ അമേസി. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ നമ്മുടെ വൈറൽ ചിന്നു നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന 2 കിട്ടിക്കാച്ചി വൈറൽ ഐറ്റംസ് ആണ് നമ്മളോടൊപ്പം ഇപ്പൊ ഉള്ളത് അല്ലെ. ശ്രുതി പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിച്ചിരുന്നു, ഇപ്പൊ പഠിക്കണില്ല. പഠിക്കണം കേട്ടോ, ശരിക്കും പഠിക്കണം, അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെ 2 വോയിസിലൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വോയിസിൽ തന്നെ ഇവിടെ പാടുപെടാൻ 4 പേര് പാടാൻ പെടുന്ന പാട് നമുക്കറിയാം. ശരിക്കും ബ്ലെസ്ഡ് ആണ്. ശ്രുതി അല്ലാതെ എന്താ ചെയ്യണത്? മാം, ഞാൻ MSc ഫിസിക്സ് കഴിഞ്ഞു, BEd കഴിഞ്ഞു, സെറ്റ് പാസ്സായി, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ അതെ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അതെ മാം, അതാണ്. അമലോ? ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു. ജർമ്മനോ? ഇനി അവൻ ജർമ്മനി നോക്കിയല്ലേ രക്ഷപ്പെട്ടില്ല. അപ്പൊ ജർമ്മൻകാർക്കുള്ള ഇനി 2 വോയിസ് എനിക്കില്ലേ? അല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് ഇടാം, സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പോഴേ നമ്മുടെ കോട്ടയംകാരൻ അമലിന്റെ ഒരു പാട്ട് കേട്ടാലോ? ഉറപ്പായിട്ടും. ചേട്ടാ, കോട്ടയംകാരൻ എന്ന് പറയുമ്പോ തുടങ്ങി നോക്കണ്ട, പൊളിച്ചു. അതാണ് കോട്ടയംകാരൻ എന്ന് പറയുമ്പോൾ. ആരോ നീയാരോ ആരോ നീയാരോ
തിരചിതറിയ മിഴിയിൽ രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ ആരോ നീയാരോ അലക്കടലൊളിയാരു നീ കനലൊളി അഴകാരു നീ തിരയുടെ വരവാരോ കലയുടെ തികവാരോ ഇരുൾ പരപ്പിൽ ഈറൻ മുടിയിൽ തിങ്കൾ കലചൂടി പറന്നുയർന്നൊരു പൊന്നുരുമീലെ പൊന്നായി മിന്നേ നീ ഏഴിമലയിലെ ഏലമലയിലെ പീലി നീർത്തും മയിലുപോൽ നീ എൻ കനവിൽ കളിയാടുന്നു തീരാമോഹം ഉടലാർന്നവനേ നീയാരോ മുടിയിടയുമൊരഴകേ തിരചിതറിയ മിഴിയിൽ രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ താങ്ക് യു. നീ പാടുമ്പോഴേ ഫീമെയിൽ വോയിസും മെയിൽ വോയിസും ഒന്നും വലിയ എക്സ്പ്രഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പെയിനൊന്നുമില്ല, വളരെ കൂളായിട്ട് തന്നെ. അത് ഭയങ്കര, കാരണം ചിലര് ഫീമെയിൽ വോയിസ് കാണുമ്പോൾ മുഖം കാണുമ്പോൾ നമുക്ക് പേടിയായി പോകും. പ്രയാസപ്പെട്ട പാട്ട്. പക്ഷെ ഇതല്ല, ഭയങ്കര കൂള്. നീ ഇപ്പോഴും കൂളായിട്ടാ നിൽക്കുന്നത്. താങ്ക് യു. രണ്ടും നല്ല കംഫർട്ടബിൾ ആണോ? ആ ഫീമെയിൽ വോയിസ് പാടുമ്പം നമുക്ക് ഇച്ചിരി കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് വോയിസ് ആണല്ലോ, കള്ളത്തൊണ്ട ആണല്ലോ കൊടുക്കുന്നത്. ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു അമലിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണെന്ന് തോന്നുന്നല്ലേ വോയിസിന്റെ. ആ അതെ, കുറച്ച്. അപ്പൊ അത് കുറച്ച് ഭയങ്കര സ്ട്രെയിൻ ആണ് ശരിക്കും. കാരണം ആൺകുട്ടികളുടെ ശബ്ദം മാറുന്ന സമയമാണ്. അപ്പൊ അത് ശരിക്കും തൊണ്ടയ്ക്ക് സ്ക്രാച്ച് വല്ലതും വരാറുണ്ടോ? ആ ഹൈ പിച്ച്, നമ്മുടെ ഒറിജിനൽ വോയിസിന് ഹൈ പിച്ച് അങ്ങനെ ഒരു ഒച്ച വരാറുണ്ട്. അല്ല, ഇനി ഇതിൽ വേറൊരു കാര്യം വേണ്ട. നമ്മൾ ഇമിറ്റേഷനും ഈ കേട്ട രണ്ട് വോയിസും ഒക്കെ വിട്ടാല് ഉഗ്രം പാട്ടുകാരൻ. അതെ അതെ, അതാണ് അതാണ് പോയിന്റ്. ഓരോ ഏരിയയും അതുപോലെ തന്നെ ഇദ്ദേഹവും. ശ്രുതി. അതെ കേട്ടോ, ശ്രുതി. രണ്ടുപേരും. അല്ല ശരിക്കും നിങ്ങള് ഒരിക്കലും സംഗീതം കൈവിടരുത്. കാരണം അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടക്ക് വെച്ച് പാട്ട് നിർത്തേണ്ടി വന്നു. ഞാൻ അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ സത്യം ചെയ്യിപ്പിച്ചു. ഇനി മേല മേല ശരിയാക്കരുതൊക്കെ. ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയാ. നിങ്ങൾ പഠിക്കണം കുട്ടികളെ, പഠിക്കണം. പഠിക്കണം. എടാ മോനെ, ഇത് ജോർജ്. Yes. ഇവിടെ വരെ വന്ന് നമ്മുടെ പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കാവോ? Sure. Hey! Thank you. Yes, അപ്പൊ വിപിൻ ചേട്ടാ, അമലിനും ശ്രുതിക്കും ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും ടാലന്റ് ആയിട്ടുള്ള രണ്ട് കലാകാരന്മാരാണ്.